ഹായ്, കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഈ മഴയൊക്കെ കാരണം നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാട്ടോ. എൻ്റെ പച്ചക്കറിയൊക്കെ ഒന്നും ഞാൻ നോക്കാറില്ല, അപ്പോൾ എല്ലാം ഒരു പരിവായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ വലിയ വെയിലെന്ന് പറയാനില്ല, മഴ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ സൈഡിലുള്ള ഈ പയർ, അതാണെങ്കിൽ എനിക്ക് പയർ നട്ടിട്ടും അധികം ഒന്നും ഉണ്ടായില്ല. അത് ഇച്ചിരി കുറച്ച് പയർ മാത്രം കിട്ടിയുള്ളൂ. പിന്നെ അതിങ്ങനെ ആർത്ത് പിടിച്ചൊക്കെ നിന്നു. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് അത് ഏകദേശം ഒരു നശിച്ച മട്ടാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കാട് പിടിച്ചൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മഴയൊന്ന് മാറി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ആ പയർ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അതെല്ലാം കടയിൽപ്പാടെ പറിച്ചെടുത്ത് അതൊക്കെ ക്ലീൻ ചെയ്ത്, അതേപോലെ നമ്മുടെ ഒഴിഞ്ഞ ചട്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചു. വലിയ കമ്പിയൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ കുത്തി കൊടുത്തത്. അതെല്ലാം കൂടി ക്ലീൻ ചെയ്ത് വലിച്ചു പറിച്ചു മാറ്റാണ് വലിയ ഒരു മെനക്കെട്ട ഒരു പണിയാട്ടോ ഇത്. ഈ മഴയത്ത് നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര മടിയായിരിക്കും. എന്ന് വെച്ചാൽ മൊത്തം നനഞ്ഞൊക്കെ കിടക്കുന്ന സമയമായതുകൊണ്ട് എങ്കിലും ഞാൻ വേഗം ആ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ചട്ടിയിലുള്ള കുറച്ച് തക്കാളിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ മഴയൊക്കെ പെയ്തൊക്കെ ഒരു നശിച്ചു പോയി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന്. ഇനിയിപ്പോൾ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണ സമയമായിട്ടോ. അപ്പോൾ അതേ ചീര നട്ടതും എല്ലാം ഒക്കെ ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ടബിലൊക്കെ നട്ട ഈ സംഭവങ്ങൾ തക്കാളിയൊക്കെ ആയിരുന്നു നട്ടത്, എല്ലാം ഒരുവിധമായി ഒക്കെ തീർന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത കൃഷി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത്, ഇവിടെ ഞാനൊരു ബാൽസം നട്ടിരുന്നു, അതൊക്കെ ആകെ ഒടിഞ്ഞു തൂങ്ങിയൊക്കെ കിടക്കുകയാണ്. ഭയങ്കര മഴയും കാറ്റുമൊക്കെ ആയിരുന്നില്ലേ. അതേപോലെ തന്നെ ഈ വെണ്ട, ഇതെല്ലാം ഇങ്ങനെ പൊക്കം വെച്ച് പോക്ക് മാത്രമേ ഉള്ളൂ. രണ്ടു മൂന്നെണ്ണമൊക്കെ തുമ്പത്തായിട്ടുണ്ടായിട്ടുണ്ട്. അതിന് വലിയ ഗുണമൊന്നുമില്ല, വലിപ്പമൊന്നും വെക്കണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഞാൻ രണ്ടെണ്ണം പ്രൂൺ ചെയ്തിരുന്നു. അത് നല്ലോണം അടിയിലൊക്കെ നല്ല ശിഖരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയുള്ളതെല്ലാം അങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്താണ്. അപ്പോൾ താഴത്തുനിന്ന് പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് അത് നല്ലോണം വിളവൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെണ്ടയും ക്ലീൻ ചെയ്ത് നിർത്തി. അതേപോലെ തന്നെ ഇത് നമ്മൾ പുതിയതായിട്ട് നട്ട വെണ്ടയ്ക്കൊക്കെ ആയിരുന്നു കേട്ടോ. അതിൽ 2-3 ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളങ്ങോട്ട് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ഒരു പൊക്കം വെച്ച് പോകുന്ന ഒരു ഇനമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എല്ലാത്തിനും ഭയങ്കര പൊക്കമാണ്. നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ തന്നെ എല്ലാത്തിനും ഒരു കോലും കൂടിയും കൊത്തി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാട്ടോ വന്നേക്കണം. അതേപോലെ വഴുതനങ്ങ എല്ലാം ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ ഒരു വെയിലിൻ്റെ ഒരു കുറവുണ്ട്. കുറച്ച് കളയൊക്കെ ഉണ്ടായത് അതും കൂടി അങ്ങോട്ട് പറിച്ച് കളയാമെന്ന് വെച്ചു. നമ്മുടെ വാഴ ഭയങ്കരമായിട്ട് വലുതായി, അങ്ങനെ നിറച്ച് ഇലകളൊക്കെ വന്ന് അവിടെ മൊത്തം ഒരു തണലായി മാറി. അതുകൊണ്ട് നമ്മുടെ വഴുതനങ്ങയ്ക്കൊക്കെ ഇച്ചിരി ഒരു വെയിൽ കുറവാണ്. മഴയായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടബൊക്കെ എടുത്ത് അതിലേക്ക് കളഞ്ഞു, അതെല്ലാം എടുത്ത് മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത്. അധികം ഒന്നും ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ചാൽ മഴക്കാറും മൊത്തം അങ്ങനെ വന്ന് നിൽക്കാം കേട്ടോ. അതുകൊണ്ട് എല്ലാം ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റണ കുറച്ച് ചട്ടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചു. വഴുതനങ്ങയുടെ ചട്ടിയൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ച് ഒന്ന് സെറ്റാക്കി. അതേപോലെ വെണ്ടയും എല്ലാം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചു കേട്ടോ. ഈ ഒഴിഞ്ഞ ചട്ടികളൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ എന്ത് പണി കഴിഞ്ഞാലും നമുക്ക് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണല്ലോ നമ്മുടെ ക്ലീനിങ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് ഇലകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചൂലെടുത്തൊന്ന് അടിച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മുടെ തോട്ടത്തിൻ്റെ അവസ്ഥയൊക്കെ. വലിയ ഭംഗിയൊന്നുമില്ല. മുളകൊക്കെ നല്ലോണം ഉണ്ടായി തുടങ്ങിയിട്ടോ. നിറച്ച് ഇലകളാണ് മുളകിലൊക്കെ കൂടുതലായിട്ട് വരുന്നത്. ഇതേപോലെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നമുക്ക് കുറച്ച് കൃഷിയൊക്കെ പുതിയതൊക്കെ തുടങ്ങാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.